all. Once more, welcome to AAA Group. നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പായി ഭൂമിയിൽ ഒരു എർത്ത് ക്വാക്ക് ഉണ്ടാകും. ആ സമയത്ത് നമ്മുടെ ഈ ബസർ റിംഗ് മുഴങ്ങുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാനായിട്ട് കഴിയുന്നു. ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് വൈബ്രേഷൻ സെൻസർ. ഇതാണ് വൈബ്രേഷൻ സെൻസർ. ഈ ഒയർ വൈബ്രേഷൻ ട്രാക്കർ, ഇത് ഇവിടെ അർഡീനോ യൂനോ, ഇത് ബസർ റിംഗ്, ബ്ലാക്ക് ബസർ. ബാറ്ററീസ് ഓർ അഡാപ്റ്റർ. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഡാപ്റ്ററാണ്. അഡാപ്റ്ററിലാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിന് ബാറ്ററീസിലും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മെക്കാനിസം നമുക്ക് നോക്കാം. ഭൂമിയിൽ ഒരു എർത്ത് ക്വാക്ക് ഉണ്ടാകുമ്പോൾ ഈ വൈബ്രേഷൻ സെൻസറിലൂടെ അത് അറിയാൻ പറ്റുന്നു. വൈബ്രേഷൻ സെൻസർ വൈബ്രേഷൻ ട്രാക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ട്രാക്കർ അർഡീനോ യൂനോ എന്ന പാർട്ടിലേക്ക് പോവുകയും അത് ബസറിലേക്ക് കണക്റ്റ് ആവുകയും ബസറാണ് ഈ റിംഗ് മുഴക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാൻഡ്സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റത്തിന് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭയങ്കര ഹെവി റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ ഭൂമിക്കടിയിലുള്ള ജലസംഭരണ വ്യാപ്തി കുറയുകയും അതിന് ഒരു ലിമിറ്റുണ്ട്. നമ്മുടെ ജലം സംഭരിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. അതിലധികമാകുമ്പോൾ വളരെ പ്രഷറോടുകൂടി എർത്തിൻ്റെ അടിയിലുള്ള വെള്ളം പൊങ്ങി വരികയും ആ സമയത്ത് ഈ കുന്നുകളും മരങ്ങളും എല്ലാമായിട്ട് ചേർന്ന് വളരെ വ്യാപ്തിയിൽ അത് വരികയും ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ അത് പൊട്ടിച്ചിതറിക്കൊണ്ട് വരികയും അപ്പോൾ ഈ പ്രദേശത്തുള്ള വീടുകളും മലകളും എല്ലാം ഇടിഞ്ഞ് ഈ വെള്ളത്തിൻ്റെയോടുകൂടി പോകുന്നു. ഇതിന് മറ്റൊരു കാര്യം, ഇതാണ് പ്രധാന കാരണം. ഇതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കുന്നുകൾ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇടിച്ച് നിരത്തി അവിടെ വലിയ മാളുകളും കെട്ടിടങ്ങളും ഒക്കെ പണിതുയർത്തുകയാണ്. എന്നാൽ ഈ കുന്നുകളും മരങ്ങളുമാണ് ഈ എർത്തിനെ പിടിച്ചു നിർത്തുന്നത്. അതായത് അടിയിലുള്ള വെള്ളത്തെ ജലം സംഭരിക്കുന്നതിനെ വളരെ കട്ടിയായി പിടിച്ചു നിർത്തുന്നത്. എന്നാൽ നമ്മൾ ഈ കുന്നുകളും എല്ലാം ഇടിച്ചു നിരത്തി അവിടെ വലിയ മാള് ഉണ്ടാക്കുമ്പോൾ എർത്ത് ലൂസാവുന്നു. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ മറ്റൊരു കാരണത്തിലൂടെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ലാൻഡ്സ്ലൈഡ് ഏർലി സിസ്റ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അടിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഇവിടെ എർത്ത് ക്വാക്ക് ഉണ്ടാകും. ആ സമയത്ത് ഈ ബസർ റിംഗ് വൈബ്രേഷൻ സെൻസറിലൂടെ കണക്റ്റായി ബസർ റിംഗ് മുഴങ്ങുന്നു. ഉരുൾപൊട്ടലിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് ജീവഹാനി സംഭവിക്കുന്നു, വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങൾ കുറേ വർഷം നദികളായിട്ടോ ചിലപ്പോൾ ഒരു മണൽപ്പരപ്പായിട്ടോ അത് കിടന്നേക്കാം. അതുകൊണ്ട് തന്നെ ലാൻഡ്സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഉരുൾപൊട്ടൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവിടെ നിന്ന് ഉരുൾപൊട്ടലിന് മുമ്പ് തന്നെ മാറി താമസിക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലുണ്ടാകുവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് ഘടിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. നന്ദി.